ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡിസൈനർ ബോട്ട് നെക്ക് എങ്ങനെ തയ്ക്കാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇവിടെ ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കാം. ഇത് ഞാൻ രണ്ടായിട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഏകദേശം ഒരു 7 ഇഞ്ചോളം വീതിയിൽ ഉള്ള ക്യാൻവാസ് പേപ്പർ എടുക്കുക. അതായത് മടക്കിയതിന് ശേഷമാണ് നമ്മൾ എടുത്തെടുത്തത്. ഏകദേശം ഒരു 7 ഇഞ്ച് വീതിയിലുള്ള ക്യാൻവാസ് പേപ്പർ എടുക്കുക. ഇതിന് ശേഷം നമുക്ക് ബോട്ട് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താം. ആദ്യം തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്താം. വിഡ്ത്ത് ഞാനിവിടെ 4 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം നമുക്ക് താഴത്തേക്ക്, അതായത് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 3.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് കൂട്ടി യോജിപ്പിച്ച് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. അതിനുശേഷം ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് ആ വരച്ച ആ ലൈനിൽ നിന്ന് 1.5 ഇഞ്ച് വീതിയിൽ ഡോട്ട്സ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. കറക്റ്റാണ് നമ്മൾ വരച്ച ലൈനിൽ വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ 1.5 ഇഞ്ച് വിഡ്ത്തിലെടുക്കുക. എന്നിട്ട് ആ പോയിൻറ്റ്സ് നമുക്ക് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഡിസൈൻ വയ്ക്കാനുള്ള ആ തുണിയിൽ ഈ ക്യാൻവാസ് പേപ്പർ വെച്ച് അയൺ ചെയ്ത് കൊടുത്താൽ അത് അതിൽ സ്റ്റിക്കാവും. അപ്പോൾ ഈ തുണിയുടെ ചീത്തവശത്ത് വേണം ഈ ക്യാൻവാസ് പേപ്പർ വെക്കാനായിട്ട്. ഇതുപോലെ വെച്ചിട്ട് അതൊന്ന് അയൺ ചെയ്താൽ അതിൽ സ്റ്റിക്കാവും. ക്യാൻവാസ് പേപ്പറിൻ്റെ മിനുസുള്ള ഭാഗം വെച്ചിട്ട് വേണം അയൺ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അതേ ഷേപ്പിൽ ആ തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് എക്സ്ട്രാ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ക്യാൻവാസ് പേപ്പറിനേക്കാൾ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. മോൾ ഭാഗം നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് അതിൻ്റെ താഴ്വശം ഇതുപോലെ മടക്കി ക്യാൻവാസ് പേപ്പറിൻ്റെ ഒപ്പം ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് മടക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതൊന്ന് സെൻറ്റർ ഭാഗം മടക്കിയിട്ട് നമുക്കൊരു ചെറിയ കട്ടിങ് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗം മനസ്സിലാവാനായിട്ട്. ഇനി നമ്മൾ ഈ നെക്ക് വയ്ക്കുന്ന കുർത്തി എടുക്കുക. എന്നിട്ട് അതും ഇതുപോലെ സെൻറ്റർ ഭാഗം മടക്കിയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് ചെറിയ കട്ടിങ് കൊടുക്കാം. അതുപോലെ നടുമടക്കിയിട്ട് ഇതുപോലെ ഇത് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം മടക്കിയ ഭാഗത്തൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്കതിൻ്റെ കറക്റ്റ് താഴെ ഭാഗവും സെൻറ്റർ ഭാഗം അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ കുർത്തിയുടെ ചീത്തവശത്താണ് ഇങ്ങനെ അടയാളപ്പെടുത്തേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ചീത്തവശത്ത്
നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ വെച്ച് തയ്ച്ച തുണി വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ സെൻറ്റർ ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആദ്യം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി അതിൻ്റെ നെക്കിൻ്റെ ഷേപ്പിൽ ക്യാൻവാസ് പേപ്പറിൻ്റെ എഡ്ജിൽ കൂടെ തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതേ ഷേപ്പിൽ നെക്ക് കട്ട് ചെയ്യാം. ക്യാൻവാസ് പേപ്പറിൻ്റെ എഡ്ജിൽ കൂടെ അതേ ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റിച്ച് ലൈൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ല വശത്തേക്ക് മറിച്ചിടാം. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മൾ ബീഡ്സ് വെച്ച് ലേസ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ഞാനൊരു ചെറിയ സൈസ് ബീഡ്സ് ഉള്ള ലേസാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പല വലുപ്പത്തിലുള്ള ബീഡ്സിൻ്റെ ലേസ് പല ഷോപ്പിലും അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പിലും ഇതുപോലത്തെ ലേസ് നമുക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിലും മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ലേസ് നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ വെച്ച തുണിയുടെ താഴെ ഭാഗത്ത് വെച്ചിട്ട് അതിൽ ആ ബീഡ്സ് മാത്രം കാണുന്ന വിധത്തിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ എഡ്ജിൽ കൂടെ തയ്ച്ചു കൊടുക്കാം. അപ്പോൾ സാധാരണ ഫൂട്ടിട്ട് തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സിംഗിൾ ഫൂട്ട് ഇട്ടിട്ട് നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സിംഗിൾ ഫൂട്ട് ഇട്ടിട്ട് വേണം തയ്ക്കാനായിട്ട്. ഇതുപോലെ ബീഡ്സ് മാത്രം പുറത്തേക്ക് കാണുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ എഡ്ജിൽ കൂടെ തയ്ച്ചു കൊടുക്കാം. കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ നെക്ക് തയ്ച്ച് കഴിഞ്ഞു. ഇതുപോലെ സിമ്പിളായിട്ട് ഡിസൈനിലുള്ള നെക്കും സിമ്പിളായിട്ട് തയ്ക്കാനായിട്ട് പറ്റും.